ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വാഷ് ചെയ്ത് ഉപ്പും വിനീഗറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു 30 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു 4 മീഡിയം സൈസിലുള്ള ഓണിയൻ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടി ഞാൻ 4 ഓണിയൻ എടുത്തത്. നിങ്ങൾക്കിപ്പോൾ അത്ര തിക്കായിട്ട് വേണ്ടെങ്കിൽ ഒരു 3 ഓണിയൻ എടുത്താലും മതി. ഈ ഓണിയനൊക്കെ ജസ്റ്റ് ഒന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവാൻ നിൽക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. നമ്മൾ ഓണിയനൊക്കെ ചെറുതായിട്ടൊന്ന് വാടി പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക്, അത്ര എരിയില്ലാത്ത പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 റെഡ് ചില്ലി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ നൽകും നമ്മുടെ കറിക്ക്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒണിയനൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും കറിക്ക്. അതുപോലെ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 2-3 ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 4 ആയാലും ആഡ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചിക്കൻ അത്ര വലിയ പീസിൽ കട്ട് ചെയ്തിട്ടില്ല, ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എപ്പോഴും സ്റ്റൂ വയ്ക്കാനായിട്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനൊക്കെ ജസ്റ്റ് പുറത്തുനിന്ന് വെള്ള കളർ വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, നല്ലോണം റെഡി ആവാൻ നിൽക്കണ്ട. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിട്ട് 1 കിലോ ചിക്കൻ്റെ മെഷർമെൻ്റാണ് എല്ലാം പറയുന്നത്. നിങ്ങൾക്ക് അതിന് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ. ഇപ്പോൾ കണ്ടു നമ്മൾ ചിക്കനൊക്കെ ചെറുതായിട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ ക്യൂബായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ഞാൻ വേവിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ ചിക്കനെ കൂടെ ഇടുന്ന വെന്തോളം നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ. നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളുടെ കറിക്ക്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചിക്കനും പൊട്ടറ്റോയും തക്കാളിയൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ചിക്കനിലൊക്കെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം കുറച്ച് നേരം, അപ്പോൾ കുറച്ചുകൂടി വെള്ളം വരും. നമുക്കിതൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട ചിക്കനിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്, എല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കൻ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അധികം വലുതാവേണ്ട, ഒരു മീഡിയം പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തോളാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലിന് ഒഴിച്ചെടുത്തത്. അത് ഫസ്റ്റ് പാലല്ല, നമ്മൾ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് 2 കപ്പ് 250 ml 2 കപ്പിലാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ഇതിൽ പിന്നെ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല, ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഉപ്പൊന്നും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറവാണെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇനി നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം
ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അത് പക്ഷേ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കാൻ മറക്കരുത്, തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. 20-25 മിനിറ്റ് എടുത്തു. ഇപ്പോൾ ഏകദേശം ചിക്കനും പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളാം, അധികം പൊടിഞ്ഞു പോകണ്ട. ഇനി നമുക്കതിക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറൊക്കെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കാം. അതുപോലെ ഒരു ഹാഫ് ലെമൺ ഇതേപോലെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം കൂടുതൽ പുളി കൂടും. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില, ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, എല്ലായിടത്തേക്കും ഒന്ന് വിധത്തിൽ മിക്സ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാത്രം സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസാലകളും അധികം ഒന്നുമില്ലാതെ തന്നെ വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ അപ്പം, ബ്രെഡ്, പൊറാട്ട, ചപ്പാത്തി എല്ലാത്തിനും കൂടി വളരെ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.